കേരളത്തിൽ അതിശക്തമായ മഴയാണ്. എന്നാൽ മഴയോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും. റാന്നിയുടെ കിഴക്കൻ മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് മൂലം പമ്പ ജലനദി അതിൻ്റെ ജലനിരപ്പ് അല്പം ഉയർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കല്ലിശ്ശേരി ഇറപ്പുഴ പാലം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കല്ലിശ്ശേരി പാലം. അപ്പോൾ ആ പാലത്തിൽ ഒന്ന് പോവുകയാണ്. പാലത്തിൽ നിന്നും ഉള്ള വെള്ളത്തിൻ്റെ വരവും അതിൻ്റെ ആ കണക്കും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഓക്കെ, ഇത് ഇട സൈഡിൽ കൂടി പോകുന്നത് നമ്മുടെ പുതിയ പാലം. ഇത് നമ്മുടെ പഴയ പാലമാണ്. കല്ലിശ്ശേരിയിൽ ഉണ്ടായിരുന്ന പഴയ പാലം. അപ്പുറത്താണ് പുതിയ പാലം. അപ്പോൾ ആൾക്കാരൊക്കെ ശരിക്കും ഓക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് നമുക്ക് കാണാം വെള്ളത്തിൻ്റെ വരവ്. ഓക്കെ, കുത്തി ഒലിച്ച് നല്ല കലങ്ങി മറിഞ്ഞ വെള്ളമാണ് വരുന്നത്. കലങ്ങി മറിഞ്ഞ വെള്ളം വേണ്ട. ഇത് രണ്ട് പാലത്തിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം. ഇഷ്ടംപോലെ തടികളാണ് കയറി വരുന്നത് കേട്ടോ. ഇഷ്ടംപോലെ തടികൾ. അല്ല നല്ല നമ്മുടെ ഏതാ അത് പോകുന്നത്? വന്ദേ ഭാരതാണോ? അല്ല നമ്മുടെ ഒരു പെട്ടി ഒഴുകി വരുന്നുണ്ട്. മന്ദം എന്ന നല്ല താളത്തിൽ മേളത്തിൽ ഇങ്ങനെ ഒരേ താളത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്ന വരവ്. എന്ത് രസമല്ല, ഇത് രസമാണ്. ശരിക്കും ഈ വെള്ളപ്പൊക്കം പടിഞ്ഞാറൻ മേഖലയിലാണ് കൂടുതൽ ദുരിതമായിട്ട് വരുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലുള്ളവരൊക്കെ ഒന്ന് സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക. എന്തായാലും ഇവിടെ വെള്ളത്തിൻ്റെ വരവ് നല്ല ശക്തമാണ്. അതെന്തോ ആ സാധനം എന്തോ ആണ്, അതെന്താ ഒഴുകി വരുന്നത്? ഇത് കണ്ടോ, നല്ല ഏതേ അവിടുത്തെ ആ വീട്ടിലെ പയ്യൻ നമ്മുടെ അവിടെ അപ്പുറത്തെ വീട്ടിൽ പെയിന്റ് ചെയ്യാൻ വന്നു. അവൻ പറഞ്ഞു, വന്നപ്പോഴേ പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറി രാവിലെ. എന്ത് തടിയാ വരുന്നത്? ഇത് സംഭവം എന്നെ വടശ്ശേരിക്കര 3 മണി മുതൽ വിളിക്കുന്നുണ്ട് എന്റെ കൂട്ടുകാരൻ. അവിടെയാ അല്ലേ ഉരുൾപൊട്ടി? എവിടാ? അവൻ 8 പ്രാവശ്യം എന്നെ വിളിച്ചു. അത് വനത്തിനുള്ളിൽ 8 ഉരുളങ്ങാണ്ട് ഇന്നലെ രാത്രി പൊട്ടി. അയ്യോ. അപ്പൊ വടശ്ശേരിക്കര കോഴഞ്ചേരി റാന്നി റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. ബസ് സർവീസ് ഒന്നുമില്ല, വണ്ടി ഒന്നും വിടുന്നത്. ഇഷ്ടംപോലെ തടികളാണ് വരുന്നത്. ഇപ്പം തടിയും മൃഗങ്ങളും വരും. തടിയൊക്കെ ഇപ്പൊ ഡാം തുറന്നു വെച്ചേക്കുക. അതുപോലെ തന്നെ ഇവിടെ തോട്ടപ്പള്ളി സ്പിൽവേ പൊക്കി വെച്ചിരിക്കുക, പൊക്കി വെച്ചേക്കുക. അല്ലെ 18 ഒന്നും അല്ല, അതുപോലെ മഴ പെയ്യുന്നുണ്ട്. അതെ. അതുകൊണ്ടാണ് ടി വി കാര്യങ്ങളെല്ലാം ഓരോരുത്തരെ വീട്ടിൽ കളഞ്ഞ ടി വികളും എല്ലാം ഇപ്പം ഒഴുകി ഒരിടത്തോട്ട് എല്ലാം പടിഞ്ഞാറ് ചെല്ലും. അല്ല വേറെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഈ വേസ്റ്റ് വീട്ടിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ഇല്ല, എല്ലാം തള്ളി വരും. എനിവേ കിഴക്കൻ മേഖലയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വെള്ളം പൊങ്ങുമ്പോൾ ഈ സാധനം എല്ലാം ഇങ്ങനെ പടിഞ്ഞാറോട്ട് ഇങ്ങ് പോരും. അതെ അങ്ങനൊരു ഗുണമുണ്ട്. വേണ്ട ഇങ്ങോട്ട് പോകണം. ഇച്ചിരി കൂടെ ഒഴുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒഴുക്കുണ്ട്. ഓയ്യോ ഓഹോ. അങ്ങോട്ട് സൂം ചെയ്താൽ പാലത്തിൻ്റെ അടി കാണാം ഒഴുക്കിൻ്റെ ശക്തി. കൊള്ളാം, അടിപൊളി. ഇപ്പുറത്തോട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ സൂപ്പർ, ഭയങ്കര ഒഴുക്ക്. അതുകൊണ്ട് ആ ഒഴുക്കിൻ്റെ ശക്തി കണ്ടോ? ഇതാണ് നമ്മുടെ ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഇറപ്പുഴ പാലത്തിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. നല്ല ഒഴുക്ക്. എനിവേ കിഴക്കൻ മേഖലയിലുള്ള അഴുക്കെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് സംഭവം. അവറാച്ച എങ്ങോട്ടാണോ? അയ്യോ, റാന്നിയിലുള്ളവർക്കൊക്കെ അവിടെയാ പെട്ടെന്ന് ഇതാകും. അല്ല ഒരു ഉരുൾ പൊട്ടിയാൽ റാന്നി പെട്ടെന്ന് ഇതാകും. എനിവേ നമ്മുടെ കല്ലിശ്ശേരി എന്നുള്ള കാഴ്ചയാണ്. ഇവിടെ അപകട മേഖലയൊന്നുമല്ല, അങ്ങനെ വലിയ പ്രശ്നബാധിത പ്രദേശമൊന്നുമല്ല. എന്നാലും വെള്ളത്തിൻ്റെ വരവ് നല്ല കൂടിയിട്ടുണ്ട്. നല്ല തടികളൊക്കെ വരുന്നതുണ്ടോ? നല്ല ഒന്നാന്തരം തടികളൊക്കെ ഒഴുകി ഈ വഴി കൂടി ഇപ്പം അങ്ങ് പടിഞ്ഞാറ് ചെല്ലും. അപ്പോൾ വേണ്ടിയവരൊക്കെ പടിഞ്ഞാറൻ മേഖലയുള്ളവരൊക്കെ ഈ തടിയൊക്കെ പിടിക്കാനായിട്ട് റെഡി ആയിരുന്നോളുക. ഓക്കെ.